പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതിലെ വീഡിയോസ് മുഴുവൻ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് അത് എക്സാമിനേഷൻ പർപ്പസിന് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇത് മുൻപ് ഒരുപാട് പ്രാവശ്യം നമ്മുടെ എക്സാമുകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ബികോം റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനും കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തിയറി ബിൽഡിങ്ങിനെ കുറിച്ച്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് തിയറി ബിൽഡിംഗ്, അതിന്റെ അപ്രോച്ചസ് ഏതൊക്കെയാണ്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. തിയറി ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പദം എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് തിയറിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡിൽ ഇതിനർത്ഥം കണ്ടംപ്ലേഷൻ ഓർ സ്പെക്കുലേഷൻ എന്നാണ്. എന്നാൽ റിസർച്ചിലോട്ട് വരുന്ന സമയത്ത് തിയറീസ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഐഡിയ അബൌട്ട് സംതിങ് ഓർ ഫിനോമിന, ഒരു വസ്തുവിനെ കുറിച്ചുള്ള അബ്സ്ട്രാക്ട് ഐഡിയ, അതല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ കുറിച്ചുള്ള അബ്സ്ട്രാക്ട് ഐഡിയനെയാണ് തിയറി എന്ന് പറയുന്നത്. നമ്മളെ വിദ്യാർത്ഥികൾ ഇതിന്റെ അപ്രോച്ചസ് ഒക്കെ കൂടി കാണുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, പാനിക് ആവാറുണ്ട്. ബേസിക്കലി അതിന്റെ ആവശ്യമില്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ അതിനെ ഡീകോഡ് ചെയ്യാൻ പോവാണ്. തിയറീസ് എന്ന് പറയുന്നത് നിങ്ങളോട് ഒരു വസ്തുവിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതി തരാന്ന് വിചാരിക്കുക. ആ എഴുതി തരുന്ന കാര്യങ്ങളാണ് അതിന്റെ തിയറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് എഴുതി തരാൻ വേണ്ടി രണ്ട് അപ്രോച്ചസ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് എഴുതാം എന്നാണ് പറയുന്നത്. അപ്പൊ തിയറി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു പ്രതിഭാസത്തെ കുറിച്ചോ ഉള്ള ഒരു അബ്സ്ട്രാക്ട് ഐഡിയ തയ്യാറാക്കുന്നതിനെയാണ്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് റൈറ്റിംഗ്സ് എഴുതി തയ്യാറാക്കുന്നതിനെയാണ് തിയറീസ് എന്ന് പറയുന്നത്. അത് എഴുതി തയ്യാറാക്കി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് തിയറി ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പ്രശ്നം ഒരു വസ്തുവോ ഒരു സിറ്റുവേഷനോ ആയിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള തിയറീസ് വെച്ചിട്ടാണ് അതിനൊരു സൊല്യൂഷൻ കാണല്. അതൊരു എംപ്ലോയീസിനെ കുറിച്ചിട്ട് ഒരു തിയറി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ആ തിയറീസ് എന്ത് ചെയ്യും, യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. ആക്ച്വലി തിയറീസ് ആർ റിയൽ നോളജ്, ദീസ് നോളജ് ആർ യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലംസ്. നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് തിയറീസ് വെച്ചിട്ട്, അത് ആ മേഖലയിലുള്ള തിയറീസ് വെച്ചിട്ടാണ് അതിലൊരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഈ തിയറി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആൻഡ് ഇമാജിനേറ്റീവ് പ്രോസസ്സാണ്. നിങ്ങളൊരു വസ്തുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും പല രീതിയിൽ എഴുതി തരും അതിനെ കുറിച്ച്. അത് അവരുടെ ഒക്കെ ക്രിയേറ്റിവിറ്റിന്റെ ഇമാജിനേഷൻ കപ്പാസിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് തന്നെ തിയറി ബിൽഡിംഗ് എന്ന് പറയുന്നത്, ഒരു വസ്തുവിനെ കുറിച്ച് ഒരു തിയറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിയേറ്റീവ് ആൻഡ് ഇമാജിനേറ്റീവ് പ്രോസസ് എന്നാണ്. അതുപോലെ തന്നെ ന്യൂ തിയറീസ് ഡസ് നോട്ട് എമർജ് ക്വിക്ലി ബട്ട് വിൽ ബി ഡെവലപ്ഡ് ഓവർ ടൈം ബൈ കളക്ടിങ് മോർ ആൻഡ് മോർ ഡാറ്റ. ഒരു തിയറി പോലും പെട്ടെന്നുണ്ടായി വരുന്നതല്ല. ഒരു വസ്തുവിനെ കുറിച്ചുള്ള തിയറി എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഉണ്ടായി വരുന്നതല്ല. ഒരുപാട് ഡാറ്റ കളക്ഷൻ നടത്തി, അതിൽ ഒരുപാട് അനാലിസിസ് നടത്തി അങ്ങനെ ഉണ്ടാക്കി വരുന്നതാണ് ഒരു വസ്തുവിനെ കുറിച്ചുള്ള തിയറി. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന തിയറിയാണ് ആ വസ്തുവിനെ കുറിച്ചോ ആ സിറ്റുവേഷനെ കുറിച്ചോ ആ ഒരു സോഷ്യൽ യൂണിറ്റിനെ കുറിച്ചോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പരിഹാരത്തിന് യൂസ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള തിയറിയാണ്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് തിയറി ബിൽഡിങ്. ഞാൻ പറഞ്ഞു, ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതി തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിൽ എഴുതി തരാം. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുക. അതാണ് തിയറി ബിൽഡിങ്ങിന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞത്. തിയറികൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഒന്ന് ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്, മറ്റൊന്ന് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. ഈ ടെക്നിക്കൽ ജാർഗോൺസ് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വളരെ ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചും ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഒരു വസ്തുവിനെ കുറിച്ച് എനിക്ക് എഴുതി തരാം. ഒന്ന് ഇൻഡക്റ്റീവ് റിസർച്ചിലൂടെ, അതല്ലെങ്കിൽ ഡിഡക്റ്റീവ് റിസർച്ചിലൂടെ. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് പ്രകാരം എങ്ങനെയാണ് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് പ്രകാരം നിങ്ങളൊരു തിയറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് 4 പ്രോസസ് ഉണ്ട്, 4 സ്റ്റേജസ് ഉണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ചാർട്ട് വരച്ചു വെക്കണം, എന്നിട്ട് നിങ്ങൾ ഇതിന്റെ തിയറി എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് പ്രകാരം ആദ്യം ഒബ്സർവേഷൻ, ദെൻ പാറ്റേൺ, ഹൈപ്പോത്തസിസ്, തിയറി. ഇത് താഴെന്നും മുകളിലോട്ട് പോകുന്ന ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ഫോളോ ചെയ്യുന്നതാണ് എന്ത്, ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെ ഓരോരോ പ്രോസസ്സും ഓരോരോ സ്റ്റേജസും എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡക്റ്റീവ് റിസർച്ചിൽ ഒബ്സർവേഷന്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ എ റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മളൊരു വിഷയം പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാം. റിസർച്ചിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളെ അല്ല, ഒരു പഠന വിഷയത്തിനെയാണ് നമ്മൾ റിസർച്ചിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠനം നടത്തേണ്ട ഒരു വിഷയം ഐഡന്റിഫൈ ചെയ്യാണ് ഒബ്സർവേഷൻ. രണ്ടാമത് വരുന്ന സമയത്ത് ആ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലത്തെ കുറിച്ച് അല്ലെങ്കിൽ വിഷയത്തെ കുറിച്ച് വിവരശേഖരണം നടത്തുന്നതിനെയാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. പാറ്റേൺസ് എന്ന് കഴിഞ്ഞാൽ കളക്ടിങ് ഡാറ്റ ത്രൂ എംപിരിക്കൽ ഒബ്സർവേഷൻ, ഡാറ്റ കളക്ഷൻ നടത്തുന്ന ആ ഒരു പ്രോസസ്സ്. ദെൻ അവിടുന്ന് പോകുന്ന സമയത്താണ് ഹൈപ്പോത്തസിസ്. ഈ ഡാറ്റ കളക്ഷന്റെ ബേസിൽ നമ്മളൊരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നു. ഹൈപ്പോത്തസിസ് എന്താന്നുള്ളത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ റിസർച്ചിന്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹൈപ്പോത്തസിസ് എന്താന്നുള്ളത്. ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്തതിന്റെ ബേസിൽ നമ്മളൊരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നു. ഹൈപ്പോത്തസിസ് ഫോം ചെയ്തതിന്റെ ബേസിൽ ഡാറ്റ അനാലിസിസ് നടത്തുന്നു, നമ്മളൊരു തിയറി ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് 4 സ്റ്റേജ്. ഇവിടെ കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പേടിക്കണ്ട, ഇതും നമ്മൾ ഡീകോഡ് ചെയ്ത് പോകും. ഇതും വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാൻ കഴിയും. നിങ്ങളൊരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷൻ നടക്കുന്നു, പാറ്റേൺ. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളൊരു തിയറി ഡെവലപ്പ് ചെയ്യുന്നു. അതായത് നിങ്ങളൊരു പുതിയ തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ, നിലവിലുള്ള തിയറി അല്ല കേട്ടോ, നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളതായ ഒരു പുതിയ തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. അതായത് ഒരു വസ്തുവിനെ കുറിച്ച് എഴുതി തരാൻ പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സൃഷ്ടി എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതിനൊരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒന്നുകൂടെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവും. അതായത് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടുന്നോ കേട്ടു ലോ കോസ്റ്റ് എയർലൈൻ ഫ്ലൈറ്റ്സ് ആർ ഡിലേഡ്. അതായത് കുറഞ്ഞ വിമാന യാത്രാ നിരക്കുള്ള ഫ്ലൈറ്റുകളൊക്കെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴേക്കും സമയം വൈകുന്നുണ്ടെന്ന് പറയുന്ന ഒരു തിയറി നിങ്ങൾ കേട്ടു. ഇതാണ് നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലം. ദെൻ നിങ്ങൾ നടത്തുന്നത് ഒബ്സർവേഷൻ പാറ്റേൺ, അഥവാ നിങ്ങൾ നടത്തുന്ന ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ 20 ഫ്ലൈറ്റുകൾ നോക്കി, 20 ദാറ്റ് മീൻസ് അനദർ 20 ഫ്ലൈറ്റ് ഫ്രം ലോ കോസ്റ്റ് എയർലൈൻസ് ആർ ഡിലേഡ്. നിങ്ങൾ പിന്നീട് ഒബ്സർവ് ചെയ്ത സമയത്ത്, ഡാറ്റ കളക്ഷൻ നടത്തിയ സമയത്ത് 20 ഫ്ലൈറ്റുകൾ ഡിലേ ആയിട്ടുണ്ട്. അതായത് കുറഞ്ഞ നിരക്ക് ചാർജ് ചെയ്യുന്ന 20 ഫ്ലൈറ്റുകൾ അവര് ഡെസ്റ്റിനേഷനിൽ എത്താൻ ഡിലേ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തി. ആദ്യം നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടി, ആ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷൻ നടത്തി. ഡാറ്റ കളക്ഷൻ നടത്തിയ സമയത്ത് നിങ്ങൾ കാര്യം മനസ്സിലാക്കി 20 ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തിയറി ഉണ്ടാക്കുകയാണ്, കുറഞ്ഞ നിരക്കിൽ പോകുന്ന വിമാനങ്ങളൊക്കെ അത്യാവശ്യം ഡിലേ നേരിടുന്നുണ്ടെന്ന് പറയുന്ന ഒരു തിയറി. ഇതൊരു ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. ഇൻഡക്റ്റീവ് അപ്രോച്ച് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടുന്നു, ആ പ്രോബ്ലത്തെ കുറിച്ച് നിങ്ങൾ ഡാറ്റ കളക്ഷൻ നടത്തുന്നു, അതിനൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ആ വസ്തുവിനെ കുറിച്ചിട്ട് ഒരു തിയറി, നിങ്ങളുടേതായിട്ടുള്ള ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒബ്സർവേഷൻ, പാറ്റേൺ, ഹൈപ്പോത്തസിസ്, തിയറി, ഇത് ഇങ്ങനെ തന്നെ വരച്ചു വെക്കണം. ഇതിന്റെ ആരോ മാർക്ക് എക്സാമിന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ദെൻ സ്പെസിഫിക് ടു ജനറൽ, ഒരു ലോ കോസ്റ്റ് എയർലൈന് മാത്രം ഡിലേ ആയെന്ന് നമ്മളൊരു ജനറലൈസേഷനിൽ എത്തി. നമ്മൾ ഒരു വിമാനം നമ്മൾ ഒബ്സർവ് ചെയ്തത്, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡാറ്റ കളക്ഷൻ ഒരു 20 വിമാനത്തിന്റെ കേസ് എടുത്ത് പഠിക്കുന്നു. 20 വിമാനത്തിന്റെ കേസ് എടുത്ത് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നു. എല്ലാ ലോ കോസ്റ്റ് എയർലൈൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഡിലേ ആവുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു തിയറി അങ്ങ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇത് പറഞ്ഞത് ഒരു സ്പെസിഫിക്കിൽ നിന്നും ജനറലോട്ട് പോകുന്ന രീതിയാണ്. മറ്റൊന്ന് പറഞ്ഞത് ഇതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ബിക്കോസ് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു തിയറിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഡീപ്പ് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് ഇതിലൂടെ. അതേപോലെ തന്നെ പുതിയ ഹൈപ്പോത്തസിസും പുതിയ ഐഡിയാസും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇത്തരം റിസർച്ചുകൾക്ക് ഉപയോഗിക്കുക ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ, ഒബ്സർവേഷൻസ് ഒക്കെയാണ് ഇതിന് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നു, ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഡാറ്റ കളക്ഷൻ നടത്തുന്നു, ആ ഡാറ്റ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസുകൾ സെറ്റ് ചെയ്യുന്നു, ആ ഹൈപ്പോത്തസിസുകളെ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു തിയറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്
ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചാണ്. ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇൻഡക്റ്റീവ് നോക്കിയ സമയത്ത് നമുക്കറിയാം ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച്, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയാണ്. ഇതിലും 4 സ്റ്റേജസ് ഉണ്ട് ഇതിന്റെ പ്രോസസ്സിൽ. പ്രധാനമായിട്ട് തിയറി വരുന്നുണ്ട്, ഹൈപ്പോത്തസിസ് വരുന്നുണ്ട്, ഒബ്സർവേഷൻ, കൺഫർമേഷൻ. ഞാൻ പറഞ്ഞു എക്സാമിന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ ഒരു പാറ്റേൺ വരച്ചു വെക്കൽ നിർബന്ധമാണ്. അപ്പോ അത് വരച്ചു വെക്കുന്നതോടുകൂടി നമുക്കൊരു ഇപ്പൊ ഇവാലുവേറ്റർക്ക് എക്സാം, അതായത് പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവും കുട്ടിക്ക് ബേസിക് ഐഡിയ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് വരച്ചു വെക്കണം, തിയറി, ഹൈപ്പോത്തസിസ്, ഒബ്സർവേഷൻ ആൻഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓരോ സ്റ്റേജസും എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് തിയറിയാണ്. തിയറി എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്ന ഈ റിസർച്ച് അപ്രോച്ച് സ്റ്റാർട്ട് വിത്ത് ഇന്റർവ്യൂവിങ് എ പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് തിയറി ആൻഡ് എൻഡ് വിത്ത് എ കൺക്ലൂഷൻ ആണ്. അതായത് നിലവിലുള്ള തിയറി ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്ന ഒരു റിസർച്ച് അപ്രോച്ചാണ് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. അപ്പോൾ ഓൾറെഡി നമ്മൾ നിലവിലുള്ള തിയറീസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആണ്. നേരത്തെ ഇൻഡക്റ്റീവില് നമ്മൾ നമ്മളേതായിട്ടുള്ള ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക ചെയ്തതെങ്കിൽ ഡിഡക്റ്റീവില് നിലവിലുള്ള ഒരു തിയറി എന്നാണ് നമ്മുടെ റിസർച്ച് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ തിയറി എന്നാണ്. അപ്പൊ നിലവിലുള്ള ഒരു തിയറി ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ദെൻ അവിടുന്ന് ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യും. ആ നിലവിലുള്ള തിയറീസിന്റെ ബേസിൽ നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നു. നമ്മൾ എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷൻ നടത്തുന്നു. അതിനുശേഷം അതായത് ഒബ്സർവേഷനിൽ നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തുന്നു. അതിനുശേഷം കൺഫർമേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ് യു മേ ആഡ് ഓർ റിവേഴ്സ് യുവർ എക്സിസ്റ്റിംഗ് തിയറി. ഇവിടെ ഡാറ്റ കളക്ഷൻ നടത്തിയതിന്റെ ബേസിൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത തിയറി ശരിയാണോ അതല്ലെങ്കിൽ തെറ്റാണോ, അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ഒരു കൺഫർമേഷനിൽ നമ്മൾ എത്തുന്നു. അതായത് നിലവിലുള്ള ഒരു തിയറിന്റെ വാലിഡേഷൻ ആണ് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചിൽ നമ്മൾ ചെയ്തു പോകുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തിയറി, ഹൈപ്പോത്തസിസ്, ഒബ്സർവേഷൻ, കൺഫർമേഷൻ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പ്രകാരം എടുത്തു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ അവിടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ലോ കോസ്റ്റ് എയർലൈൻസ് എല്ലാം ഡിലേ ആണെന്ന് പറയുന്ന ഒരു തിയറി അങ്ങ് ഡെവലപ്പ് ചെയ്തു. അത് ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഇനി അതിന്റെ ഡിഡക്റ്റീവ് അപ്രോച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ആ ഡെവലപ്പ് ചെയ്ത തിയറി നമ്മൾ ശരിയാണോ നോക്കുകയാണ്. അതായത് ഓൾറെഡി അവിടെ ഒരു തിയറി ഉണ്ട്, ആ തിയറി നമ്മൾ ശരിയാണോ നോക്കുകയാണ്. അവിടെ എക്സിസ്റ്റിംഗ് തിയറി അതെന്താ, ലോ കോസ്റ്റ് എയർലൈൻസ് ഓൾവേസ് ഹാവ് ഡിലേ. അതാണല്ലോ നിലവിലുള്ള തിയറി. ലോ കോസ്റ്റ് എയർലൈൻസിനൊക്കെ ഡിലേ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഹൈപ്പോത്തസിസ് ഫോം ചെയ്യാം. ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നത് ഈ തിയറി നിലവിലുള്ള തിയറിന്റെ ബേസിലാണ്. ഓൾ പാസഞ്ചേഴ്സ് ഫ്ലൈയിങ് വിത്ത് ലോ കോസ്റ്റ് എയർലൈൻസ് വിൽ എക്സ്പീരിയൻസ് ഡിലേ. അതായത് എല്ലാ പാസഞ്ചേഴ്സും ലോ കോസ്റ്റ് എയർലൈനിലാണ് അവർ പോകുന്നത് എങ്കിൽ അവർക്ക് ഡിലേ ഫേസ് ചെയ്യും എന്ന് പറയുന്നതാണ് ഹൈപ്പോത്തസിസ്. അത് ടെക്നിക്കലി എങ്ങനെ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദി ആവറേജ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ഡിലേ എമംഗ് പാസഞ്ചേഴ്സ് ഓഫ് ലോ കോസ്റ്റ് എയർലൈൻസ്. അഥവാ ലോ കോസ്റ്റ് എയർലൈൻസിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഡിലേ ഒരേപോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു തിയറി ഉണ്ട്, ആ തിയറിന്റെ ബേസിലുള്ള ഹൈപ്പോത്തസിസ് ഫോം ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് കളക്ടിങ് ഡാറ്റ ഫ്രം പാസഞ്ചേഴ്സ് ഓഫ് ലോ കോസ്റ്റ് എയർലൈൻസ്. ലോ കോസ്റ്റ് എയർലൈൻസിലുള്ള പാസഞ്ചേഴ്സിനെ പോയി കാണുക, ക്വസ്റ്റ്യനെയർ കൊടുക്കുക, ഇന്റർവ്യൂ നടത്തിയോ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. കളക്ട് ചെയ്തതിന് ശേഷം ആ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് നേരത്തെ ആ സഹോദരൻ അല്ലെ ആ സഹോദരി കണ്ടെത്തിയ തിയറി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യും. ആക്സെപ്റ്റ് ഓർ റിജക്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത്, അവർക്ക് എന്തോ മനസ്സിലായിക്കോട്ടെ, നമുക്ക് മനസ്സിലായത് 5 ഔട്ട് ഓഫ് 100 ഫ്ലൈറ്റ് ഓഫ് ലോ കോസ്റ്റ് എയർലൈൻസ് ആർ നോട്ട് ഡിലേ. ആകെ 5 എയർലൈന് നമ്മൾ പഠനം നടത്തിയ സമയത്ത് ഡിലേ ആയിട്ടുള്ളൂ. 100 എയർലൈൻ എടുത്ത് പഠിച്ച സമയത്ത് 5 എയർലൈൻസ് ഡിലേ ആയിട്ടുള്ളൂ. 95 എണ്ണത്തിന് ഒരു ഡിലേ ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി റിജക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നിലവിലുള്ള ഒരു എക്സിസ്റ്റിംഗ് തിയറി ശരിയാണോ തെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിഡക്റ്റീവ് അപ്രോച്ച്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്, ഇതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ദെൻ ജനറൽ ടു സ്പെസിഫിക് ആണ്. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിക് ടു ജനറൽ ആയിരുന്നു. ഇത് ജനറൽ ടു സ്പെസിഫിക് ആണ്. കോമൺ മെത്തേഡ് ക്വസ്റ്റ്യനെയറും സർവേ ആണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത് മനസ്സിലാക്കാം. ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും ഒന്നുകൂടെ ഞാൻ പറയാണ്,
ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പുതിയ തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു തിയറി ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നടത്തുന്ന പഠനമാണ്. മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഫസ്റ്റ് 3 കോളായിട്ട് അവിടെ കൊടുത്തിട്ടുള്ള ഏരിയ, ഇൻഡക്റ്റീവ് അപ്രോച്ച് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു. ഏരിയാസിൽ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് ഇതിനെ കമ്പാരിസൺ നടത്തുന്നത് എന്നുള്ളതാണ് ഏരിയാസിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് പർപ്പസ് ആണ്. ഇൻഡക്റ്റീവ് റിസർച്ചിന്റെ പർപ്പസ് ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുക, ജനറലൈസേഷൻ ഓഫ് ന്യൂ തിയറി ആണെങ്കിൽ ഡിഡക്റ്റീവ് റിസർച്ചിൽ നമ്മൾ എന്താ ചെയ്തത്, ആ പറഞ്ഞ തിയറി ശരിയാണോ എന്ന് നോക്കി, അതായത് ടെസ്റ്റിംഗ് ഓഫ് തിയറീസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി ഇൻഡക്റ്റീവ് റിസർച്ചുകൾ സ്റ്റാർട്ട് വിത്ത് ഒബ്സർവേഷൻ ആൻഡ് എൻഡ് വിത്ത് റിസൾട്ട് ഓർ തിയറി. ചെറിയൊരു ഒബ്സർവേഷൻ ആണ് ഒരു തിയറി ഉണ്ടായി വന്നതെങ്കിൽ ഡിഡക്റ്റീവ് റിസർച്ച് സ്റ്റാർട്ട് വിത്ത് ഒരു പ്രിപ്പോസിഷനും ഹൈപ്പോത്തസിസും വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അതിന്റെ എൻഡ് എവിടെയായിരുന്നു, നേരത്തെ ഉള്ള ആദ്യത്തെ തിയറി ശരിയാണോ തെറ്റാണോ നോക്കുന്നിടത്താണ് ഇത് അവസാനിച്ചിട്ടുള്ളത് ഡിഡക്റ്റീവ് റിസർച്ച്. ഇനി സ്ട്രക്ചറിന്റെ കേസിൽ ഇതിന്റെ ഘടന, ഇതിന് സ്ട്രക്ചർ ഉണ്ടോ പ്ലാൻ ഉണ്ടോ എന്നുള്ള. ഇൻഡക്റ്റീവ് റിസർച്ച് ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യായതുകൊണ്ട് അതിന് ലെസ് സ്ട്രക്ചേർഡ് ആണ്. അതിനൊരു പ്രീ പ്ലാൻ അങ്ങനെ വലിയൊരു രീതിയിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അതേപോലെ ദർ ഇസ് നോ ഗൈഡിങ് ഫാക്ടർ, നമ്മൾക്ക് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്നാൽ ഡിഡക്റ്റീവ് റിസർച്ചിന്റെ കേസ് വരുമ്പോൾ അവിടെ ഒരു ഓൾറെഡി ഉള്ള തിയറിനെ കുറിച്ച് പഠിക്കായതുകൊണ്ട് അത് ഹൈലി സ്ട്രക്ചേർഡ് ആയിരിക്കും. ബിക്കോസ് സം സ്പെസിഫിക് എയിം ടു അക്കംപ്ലിഷ്, നമുക്ക് നേടിയെടുക്കാനുള്ള എയിം എന്താന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയും. അതേപോലെ ഇൻഡക്റ്റീവ് റിസർച്ചിൽ സ്മോൾ നമ്പർ ഓഫ് സാമ്പിൾസ് അനലൈസ്ഡ്, നമുക്ക് കുറഞ്ഞ ആളുകളെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്താൽ മതിയെങ്കിൽ ഡിഡക്റ്റീവ് റിസർച്ചിൽ നമ്മൾ ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസ് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണെങ്കിൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഡിഡക്റ്റീവ് റിസർച്ച്. ഇൻഡക്റ്റീവ് റിസർച്ച് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണെങ്കിൽ ഡിഡക്റ്റീവ് റിസർച്ച് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണെന്നുള്ളത് കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ലാസ്റ്റത്തെ ഡിഫറൻസ് നമ്മൾ നോക്കുന്നത് മെത്തേഡിന്റെ ബേസിലാണ്. ഇൻഡക്റ്റീവ് റിസർച്ച് മെത്തേഡ് ഓഫ് ഡിസ്കവറി ആണ്, ഡിഡക്റ്റീവ് റിസർച്ച് മെത്തേഡ് ഓഫ് വെരിഫിക്കേഷൻ ആണ്. പറയാനുള്ള റീസൺ, ഇൻഡക്റ്റീവ് റിസർച്ചിൽ നമ്മൾ ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡിഡക്റ്റീവ് റിസർച്ചിൽ നമ്മൾ നിലവിലുള്ള ഒരു തിയറി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യാണ്, വെരിഫിക്കേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് തിയറി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഈ കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ സപ്പോർട്ടും താഴെ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഞാനിവിടെ ഈ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ള PPT നിങ്ങൾക്ക് അവിടെ ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.